ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നലകളിൽ ദൈവം നമുക്ക് ചൊരിഞ്ഞ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഭാവിയിൽ നമുക്ക് സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതപ്രകാരം മാത്രമായിരിക്കട്ടെ എന്ന് ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോഴാണ് ആ വ്യക്തി ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരായിത്തീരുന്നത്. അതിന് ദൈവം നമ്മെ ഏവരെയും ശക്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അബുദാബി നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള സഹോദരങ്ങൾ അവർ അനുഭവിച്ച ദൈവത്തെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് സോളി. ഞാൻ ചമ്പക്കുളം ഇടവക അംഗമാണ്. ഫാമിലിയായിട്ട് അബുദാബിയിൽ കഴിയുന്നു. ഞാനൊരു സ്കൂൾ നേഴ്സാണ്. എൻ്റെ പേര് മോളി. ഞാൻ ഇടുക്കി ഇരട്ടിയാർ ഇടവകാംഗമാണ്. ഞാനിപ്പോൾ ഹസ്ബൻഡും മോനുമായിട്ട് അബുദാബിയിൽ താമസിക്കുന്നു. സോളിയുടെ ചെറുപ്പകാലത്തെ വിശ്വാസ ജീവിതത്തെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ സോളി? മോളി, ഞാൻ കുഞ്ഞായിരുന്നപ്പം തൊട്ട് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും എനിക്ക് നല്ല വിശ്വാസമായിരുന്നു കൊച്ചിലേ തൊട്ട്. പിന്നെ ഞാനൊരു സംഭവം പറയാവേ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലോ മോളി, ഞാൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അസംബ്ലിയുടെ സമയത്ത്, അസംബ്ലിയല്ല ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാം അവിടെ ഓടിച്ചാടി കളിക്കാനായിട്ട് പോകുമല്ലോ. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഞാൻ കാണുന്ന ഒരു സിസ്റ്റർ വലിയൊരു ബക്കറ്റും എടുത്തോണ്ട്, അപ്പൊ മോളി അവർക്ക് എന്തിനാ പോകുന്നത്? അപ്പൊ ഞങ്ങൾ കുട്ടനാടാണ്. അപ്പൊ നിറയെ വെള്ളമാണ്, തോട്ടിലെല്ലാം നിറയെ വെള്ളമാണ്. അപ്പൊ ഈ ഇവിടുന്ന് വെള്ളം കോരിയാണ് അവര് ബാത്റൂമിലേക്ക് പോകേണ്ടത്. അന്ന് പൈപ്പ് ലൈൻ ഒന്നും ഇല്ല. അപ്പൊ ഈ സിസ്റ്റർ വെള്ളം എടുക്കാനായിട്ട് വലിയ ബക്കറ്റുമായിട്ട് പോവുക. അപ്പോഴത്തേക്കും ഞാൻ ഓടി ചെന്നിട്ട് ഞാൻ സിസ്റ്ററിന്റെ ബക്കറ്റ് പിടിച്ചിട്ട് ഞാൻ പറയുന്നു, ഞാൻ എടുത്തുതരാം, ഞാൻ വെള്ളം എടുത്തുതരാം എന്ന് പറയുന്നു. അപ്പോഴത്തേന് സിസ്റ്റർ ചിരിച്ചോണ്ട്, ശരി മോനെ, സാരമില്ല, മോൻ പോക്കോ, അമ്മ എടുത്തോളാം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അങ്ങ് ഓടിപ്പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അസംബ്ലിയുടെ സമയത്ത് എന്നെ വിളിച്ചിട്ട് എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് എന്നെ അനുമോദിച്ചു. അത് എൻ്റെ കുഞ്ഞു മനസ്സിന് ഭയങ്കര സന്തോഷം വന്നു മോളി. അന്ന് തൊട്ട് എനിക്ക് എന്നാന്ന് ചോദിച്ചാൽ പിന്നെ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അവരെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ എനിക്ക് ശരിക്കും ഈ നേഴ്സാണെന്ന് എനിക്കൊരു ആഗ്രഹമേ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സിസ്റ്റേഴ്സിനോട് ഇഷ്ടം ഇങ്ങനെ വളർന്നു വന്നിട്ട് ഒരു മഠത്തിൽ സിസ്റ്റർ ആണെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഇഷ്ടം അങ്ങനെ വളർന്നു വന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ ഫാദർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. അപ്പോഴത്തേനും പിന്നെ വീട്ടിൽ ഞാൻ മൂത്ത കുട്ടിയാണേ. അപ്പോഴത്തേനും എല്ലാവരും കൂടെ എന്നോട് ഇവിടെ നേഴ്സിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. നേഴ്സിങ്ങിന് കഴിഞ്ഞാൽ നിനക്ക് അമ്മേനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പാറ്റ്നയിൽ മൊക്കാമ എന്ന് പറയുന്ന സ്ഥലത്ത് നേഴ്സായിട്ട് ജോലിക്ക് പോയി. അവിടെ ചെന്നിട്ടാണെങ്കിൽ എനിക്ക് ജോലിയല്ല, നേഴ്സിങ്ങിനായിട്ട് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ആ സമയത്ത് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് ഫാദർ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ ഒറ്റപ്പെട്ട നമ്മൾ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയല്ലേ, പാറ്റ്നയിൽ ഒത്തിരി ദൂരെയാണ് വിളി. അപ്പൊ അവിടെ ചെന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അവിടെ എന്നു ചോദിച്ചാൽ ഈ സിസ്റ്റേഴ്സിനെ ഞാൻ അവിടെ കണ്ടുമുട്ടുക. സിസ്റ്റേഴ്സിന്റെ കോൺവെന്റ് ആണ്, പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മാതാവിന്റെ ഒരു ഷ്രൈൻ ഉണ്ട് അവിടെ പോയി നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റും മോളി. അവിടെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാതാവിനോട് പറഞ്ഞു കഴിയുമ്പോൾ ആ ദുഃഖങ്ങളെല്ലാം അങ്ങ് മാറിപ്പോവുക. അങ്ങനെ എനിക്കൊരു ഒരു പുതിയ ഒരു അനുഭവം അവിടെ ഉണ്ടായി. അങ്ങനെ മോളിക്ക് പിന്നെ എങ്ങനെയായിരുന്നു? മോളിക്ക് ഇങ്ങനെ നേഴ്സാകണോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? എൻ്റെ അനുഭവം ഞാൻ പറയാം സോളി. എനിക്ക് 4 ചേച്ചിമാരുണ്ട്, 2 ആങ്ങളമാരും. ഞാൻ വീട്ടിലത്തെ ഇളയതാണ്. അപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ വലിയ ഫാമിലിയാണ്. ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ചേച്ചിമാരോട് ഞാൻ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് 5 വയസ്സിൽ താഴെയുള്ളപ്പം ഞാൻ പള്ളിയിൽ പോകുമ്പോൾ അച്ഛനോട് കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ 12ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പം വീട്ടിലിരിക്കുന്ന സമയത്ത് ആ സമയത്ത് എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരി വന്ന് പറയുവാണ്, നേഴ്സിങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഭരണങ്ങാനത്ത് വെച്ച്, നമുക്ക് പോകാമെന്ന് കൂട്ടുകാരി എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പം എനിക്ക് ആ സമയത്ത് എനിക്കും താല്പര്യമായിരുന്നു മഠത്തിൽ പോകാനായിട്ട്. മഠത്തിൽ പോകാൻ താല്പര്യമായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പം ഞാനും കൂട്ടുകാരിയും കൂടെ അടുത്ത ദിവസം നഴ്സിങ്ങിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരോടെ നഴ്സിങ്ങിൻ്റെ ഇൻ്റർവ്യൂവിന് പോയി.
അപ്പോൾ കൂട്ടുകാരി പാസ്സായില്ല, എനിക്ക് സെലക്ഷൻ ആവുകയും ചെയ്തു. ഇന്റർവ്യൂവിന് പോയത് ഭരണങ്ങാനത്ത് ഇൻ്റർവ്യൂവിന് പോയി. അത് സെലക്ഷൻ പാറ്റ്നയിലേക്കുള്ളതായിരുന്നേ. അങ്ങനെ എനിക്ക് സെലക്ഷനായി. ഭരണങ്ങാനത്ത് ഞാൻ നേഴ്സിംഗ് പഠിക്കാനായിട്ട് പാറ്റ്നയിൽ നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോയി. കൂട്ടുകാർ മടത്തി പോവുകയും ചെയ്തു. നേരെ തിരിഞ്ഞു വന്നു. അതെ. ഇനി സോളിയുടെ അനുഭവങ്ങൾ പറയാമോ, എങ്ങനെയാണ്? 2 തിരുവൃത്താന്തം 15:2 പറയുന്നു, കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ഒരു അനുഭവം ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ അവളി. അപ്പം ഞാനിനി പാറ്റ്നയിലായിരുന്നല്ലോ. പാറ്റ്നയിലെ പഠിത്തം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി ഒരു ധ്യാനത്തിന് പോയി. ധ്യാനം കൂടിയിട്ട് ഞങ്ങൾ നേരെ ഡൽഹിക്ക് പോവാം. ഡൽഹി പോയി പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ഫ്രഷ് ഇതാണല്ലോ, അപ്പോഴത്തേന് ഫ്രഷ് കാൻഡിഡേറ്റ് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടി. അപ്പം ഫസ്റ്റ് ഡേയിൽ എനിക്ക് സർജിക്കൽ വാർഡിലാണ് ജോലി. അപ്പോൾ സർജിക്കൽ വാർഡിൽ ഞാൻ ജോലി ചെയ്യാനായിട്ട് ആദ്യത്തെ കേസ് നമുക്ക് OT പോകുന്ന പേഷ്യൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ കേസ് വായിച്ചു നോക്കുമ്പോഴത്തേന് ആ പേഷ്യൻ്റ് പോകുന്നത് അബോർഷനാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമം തോന്നി. എൻ്റെ ഈശോയെ, ഇത് ഇത്രയും വലിയൊരു തെറ്റിലേക്ക് പോകാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സാകെ വിറങ്ങലിച്ചു പോയി. അപ്പം ഞാൻ അങ്ങനെ എന്നിട്ട് ഞാൻ ആരോട് പറയണം, എനിക്ക് അവിടെ ആരെയും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ആരോടും ഇല്ലാതെ നേരെ ബാത്റൂമിൽ പോയി എൻ്റെ ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വണ്ടി കയറി പെട്ടെന്ന് നോയിഡയിൽ, എൻ്റെ കൂട്ടുകാരി അപ്പം നോയിഡയിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കൂട്ടുകാരിയോട് പറഞ്ഞു, നമുക്കിവിടെ ജോലി ചെയ്യേണ്ട, നമുക്ക് എത്രയും വേഗം നമുക്ക് കൽക്കട്ടയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൽക്കട്ടയിലേക്ക് പോകുമായിരുന്നു. കൽക്കട്ടയിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേന് നമ്മുടെ മദർ തെരേസ പുണ്യവതിയുടെ സ്ഥലമാണല്ലോ കൽക്കട്ട. അപ്പോൾ അവിടെയും പിന്നെ ഒരു നല്ല വീടും നമുക്ക് നല്ലൊരു അനുഭവം തുടങ്ങി. കാരണം എല്ലായിടത്തും പള്ളിയുണ്ട്, ഇഷ്ടംപോലെ. കൽക്കട്ടയിൽ നമുക്ക് പല സ്ഥലത്തും ഇഷ്ടംപോലെ ചർച്ചകളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഈ പള്ളിയിലായിരുന്നു പോകുന്നത്, മദർ തെരേസയുടെ. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം, എനിക്ക് അറിയത്തില്ല എന്നെ പറ്റി എന്നറിയത്തില്ല, എനിക്ക് മദർ തെരേസയെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അവിടെ ചെന്ന് അവിടെ ഈ മദർ തെരേസയുടെ ഓർഫനേജിൽ ചാപ്പലുണ്ട്. അപ്പോൾ അവിടെ എന്നും രാവിലെ പള്ളിയിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവിടെ പള്ളിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം സിസ്റ്റേഴ്സ് ഇവരെയൊക്കെ എത്ര കാര്യമായിട്ടാണ് നോക്കുന്നത്. അപ്പോഴും ഞാൻ നോക്കുന്നത് ഈ സിസ്റ്റേഴ്സൊക്കെ എത്ര നല്ല ജോലി ചെയ്യുന്നു, ഇവരൊക്കെ ഈശോയുടെ അടുത്ത ആൾക്കാരാണല്ലോ എന്ന് എനിക്ക് എപ്പോഴും ഇങ്ങനെ തോന്നുമായിരുന്നു. അങ്ങനെ മോളിക്ക് അങ്ങനെ എന്തെങ്കിലും? സോളി, ഞാൻ നേഴ്സിംഗ് പഠിത്തമെല്ലാം കഴിഞ്ഞ് നേഴ്സിങ്ങിന് ചേർന്ന് പാറ്റ്നയിലെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഡൽഹിയിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോവുകയാണേ. അപ്പം ഞാൻ ഈ നേഴ്സിങ്ങിന് ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് എൻ്റെ അമ്മ മരിച്ചുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡൽഹിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൽഹി ചെന്നപ്പം നല്ലൊരു വലിയ ഹോസ്പിറ്റലിൽ തന്നെ ആദ്യം തന്നെ ജോലി കിട്ടി. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയായിരുന്നു പോരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് കല്യാണാലോചന വന്നു. എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് ബോംബെയിലായിരുന്നു ജോലി ചെയ്യുന്നത്, ഞാൻ ഡൽഹിയിലും. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി ബോംബെക്ക് പോയി, വിസിറ്റിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറയുവാണ്, അവിടെ കുവൈറ്റ് മിനിസ്ട്രിയിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് ഡേയിൽ വേറൊരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ടായിരുന്നേ. അത് ശരിക്കും ഇവിടെ അബുദാബി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി. പക്ഷേ അത് അസിസ്റ്റൻറ്റ് നേഴ്സായിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. അവിടെ തന്നെ വേറൊരു പോസ്റ്റിലേക്ക് ഹസ്ബൻഡും സെയിം സ്ഥലത്ത് അപ്ലൈ ചെയ്തു. അങ്ങനെ ഹസ്ബൻഡ് അബുദാബി മെഡിക്കൽ ഫീൽഡല്ല IT. ഹസ്ബൻഡ് അങ്ങനെ അബുദാബിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലിക്കായിട്ട് ജോയിൻ ചെയ്തു. ഞാൻ ആ സമയത്ത് കുവൈറ്റ് മിനിസ്ട്രിയിലേക്ക് ഞാൻ പോവുകയും ചെയ്തു. അങ്ങനെ 2 വർഷം ഞാൻ കുവൈറ്റ് മിനിസ്ട്രി ജോലി ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ ഹസ്ബൻഡിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി അബുദാബിയിലേക്ക് വന്നു. ആ സമയത്ത് പല ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഒരിടത്തും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് എനിക്ക് ഡിഫൻസ് ഹോസ്പിറ്റലിൽ അബുദാബിയിലെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് സെലക്ഷനായി. ഞാൻ ജോലിയായി. 15 വർഷം ഞാനവിടെ ഡിഫൻസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അത് ശരി. ഞാൻ ഈ അബോർഷൻ്റെ കാര്യം പറഞ്ഞില്ല. എനിക്ക് ഈ റീസെൻ്റ്ലി ആണെങ്കിലും നമ്മുടെ ഇവിടെ രണ്ട് ആൾക്കാർ ഇതിനു വേണ്ടി അവർക്ക് അവരുടെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് കൊണ്ടായിരുന്നേ. അവർ പെട്ടെന്ന് ഇങ്ങനെ അവർക്ക് അബോർഷൻ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അവരുടെ മനസ്സിലേക്ക് വന്നു. അപ്പോഴത്തേക്കിനും എന്നോട് അത് ഷെയർ ചെയ്തപ്പോഴത്തേക്കും ഞാൻ അവരോട് പറഞ്ഞു ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാനും, അതിലൊരാളിപ്പോൾ ഒരു നല്ലൊരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ മറ്റേ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഈ സമയത്ത്. ശരിക്കും നല്ലൊരു കാര്യമല്ലേ സോളി അത് ചെയ്യാൻ പറ്റിയത്. നമ്മൾ നേഴ്സുമാരെല്ലാം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം, അതാണ് ചെയ്യേണ്ടത്. മോളി പിന്നെ ഞാനാണെങ്കിൽ പിന്നെ കൽക്കട്ടയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് കൽക്കട്ടയിൽ നിന്നിട്ട് പിന്നെ എനിക്ക് സൗദിക്ക് സെലക്ഷൻ കിട്ടി.
കേട്ടോ. സൗദിക്ക് പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് വീണ്ടും പ്രശ്നമായി മോളി. കാരണം അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പള്ളിയില്ല, വിസുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ബെല്ലടിക്കുകയോ വല്ലതും ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ബൈബിളൊക്കെ എടുത്ത് ബെഡിന് അടി കയറ്റി വെച്ചിട്ടേ തുടക്കത്തുള്ളായിരുന്നു. അത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സൗദിയിൽ. അപ്പം അങ്ങനെ ഏതായാലും ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാണ് സൗദിക്ക് പോയത്. അപ്പം അവിടുത്തെ ആദ്യം എനിക്ക് ബേബി ഉണ്ടായി. അപ്പം അവിടെ ഈ ഡിഫൻസ് ഹോസ്പിറ്റലാണ്. അപ്പോഴത്തേന് ഈ പ്രഗ്നൻസിയിൽ അവർ ടെർമിനേഷൻ ചെയ്യും. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി ടെർമിനേറ്റ് ചെയ്തപ്പോഴത്തേന്. എനിക്ക് നാട്ടിൽ വരാമല്ലോ. അങ്ങനെ തിരിച്ച് നാട്ടിൽ വരികയും ആ സമയത്ത് ഹസ്ബൻഡ് ഇവിടെയായിരുന്നു, അബുദാബിയിലായിരുന്നു. അപ്പോൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പ്രസവം എല്ലാം കഴിഞ്ഞ് നീങ്ങി പോന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അബുദാബിയിൽ ഇവിടെ എത്തി. മോളി അന്നോടെ നേഴ്സസ് മിനിസ്ട്രിയെ കുറിച്ച് കേട്ടൊക്കെ തുടങ്ങിയത്? സോളി, ഞാനിങ്ങനെ എനിക്ക് വേറൊരു അനുഭവം കൂടി പറയാനുണ്ട്. ഞാൻ ഡിഫൻസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം ഒരു ചെറിയ പെൺകുട്ടി, ഒരു പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് സ്കിൻ അലർജി ആയിരുന്നേ. ബോഡി മൊത്തം സ്കിൻ റാഷും ഇതായിട്ട് ഭയങ്കര ഫുഡ് അലർജി ആണോന്ന് കറക്റ്റ് അറിയില്ല, എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടില്ല. അലർജിക്ക് ഇതായിട്ട് അഡ്മിറ്റ് ആയ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ആ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പ്രാർത്ഥിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ദിവസം ആ പേഷ്യൻ്റ് സുഖമായി, കംപ്ലീറ്റ് ഓക്കെ ആയി. അപ്പോഴത്തേക്കും അവർക്ക് ഫാമിലിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൂടാതെ കൊണ്ട് എനിക്ക് വേറൊരു അനുഭവം കൂടെ ഉണ്ട് സോളി. ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴൊക്കെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും എപ്പോഴാണെങ്കിലും ഏത് ഡ്യൂട്ടി ആണെങ്കിലും എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ ഇങ്ങനെ വാടിക്കൂടെ കൊന്തയൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇപ്പം നമ്മുടെ ആൾക്കാർ തന്നെയാണെങ്കിൽ കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തന്നെത്താനെ കൊന്തയൊക്കെ ചൊല്ലി വാടിക്കൂടെയൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ നടക്കുമായിരുന്നു. എനിക്ക് നേഴ്സസ് മിനിസ്ട്രിയിലോട്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു ദുബായി വെച്ചൊരു ഗ്രേറ്റ് കോൾ നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഏതോ ഒരു നേഴ്സ് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, വരണമെന്ന് പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പോയി. അപ്പം ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ദുബായ് വെച്ചായിരുന്നേ. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയിരിക്കുമായിരുന്നു. ബസ്സിലിരുന്നപ്പോഴത്തേക്കും ഡ്രൈവറിന് തിരിച്ചു പോരാൻ വേണ്ടി. അപ്പം ബസ്സിലിരിക്കുന്ന സമയത്ത് ഡ്രൈവറിന് ബസ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഉണ്ടല്ലോ, ഒരു 4 വീലർ കാർ വന്ന് ഈ ബസ്സിനെ ബ്ലോക്ക് ചെയ്ത് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുവാണ്, ഫ്രണ്ടിൽ കിടക്കുവാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റുന്നു? അവിടെ ഒന്നും ആരും കാണുന്നില്ല. അവിടെ എല്ലാം നോക്കി നിറച്ചും ചുറ്റുപാട് മൊത്തം വണ്ടികൾ മാത്രമേ കാണാനുള്ളൂ. അപ്പം ആ സമയത്ത് വണ്ടിയിലിരുന്ന് ഏതോ ഒരു സിസ്റ്റർ പറഞ്ഞു, നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് സ്തുതിച്ചു. ആ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, എവിടുന്നാണെന്നറിയത്തില്ല സോളി, ശരിക്കും അത്ഭുതം എന്ന് പറയട്ടെ, 4 ചേട്ടന്മാർ എവിടുന്നോ വന്ന് ആ വണ്ടി പൊക്കിയെടുത്ത് മാറ്റിവെച്ച് വേറെ സ്ഥലത്ത് മാറ്റിവെച്ച് അങ്ങനെ ഞങ്ങളുടെ വണ്ടിക്ക് പോരാനും പറ്റി. അത് ഭയങ്കര, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത്ര ശക്തിയോ, അതിൻ്റെ ആ സ്തുതിയുടെ ഒരു മഹാത്മ്യം. സ്തുതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ 2014 ഞാൻ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്. ഞാൻ പള്ളിയിൽ ഞങ്ങൾ കുർബാനയ്ക്ക് ഞാനും ഹസ്ബൻഡും പിള്ളേരുമായിട്ട് നിൽക്കുമ്പോഴത്തേനും ഇങ്ങനെ പള്ളി വിളിച്ചു പറയുകയാണ്, നേഴ്സ് മിനിസ്ട്രിയുടെ ഒരു ഗ്യാതറിംഗ് ഉണ്ട്, ഇഷ്ടമുള്ളവർക്ക് നേഴ്സുമാർക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന്. അപ്പം ഞാനിപ്പോൾ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന എന്നെ ചോദിച്ചാൽ അപ്പോൾ മോളിക്ക് തോന്നുന്നു എന്താ സ്കൂളിൽ നേഴ്സിൻ്റെ ഇത് എന്താണെന്ന് ഓർക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിൽ ഒരു നേഴ്സ് വേണമെന്ന് നിർബന്ധമാണ്. പല നേഴ്സുമാരും കാണും, 1 2 3 ഒക്കെ കാണും. എന്ന് വെച്ചാൽ ആ സ്കൂൾ ടൈമിങ്ങിൽ എന്ത് സംഭവിച്ചാലും മെഡിക്കലായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടായാലും അത് കുട്ടികൾ തന്നെയല്ല അവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും നോക്കുക എന്നുള്ളത് ഈ നേഴ്സിൻ്റെ കടമയാണ്. അപ്പോൾ നേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂളിന് ലൈസൻസ് കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഇത് പോകുന്നത്. അപ്പം ഞാൻ ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നത് എന്നു വെച്ചാൽ എനിക്ക് മറ്റ് നേഴ്സുമാരായിട്ടൊരു ഒരു ബന്ധമില്ല മോളി. അപ്പോൾ ഞാൻ ഓർക്കുന്നത് എനിക്കിതിന് പോകാൻ പറ്റുമോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പം എനിക്കറിയാവുന്ന എൻ്റെ കൂടെ സൗദി ജോലി ചെയ്ത ഒരു നേഴ്സിനെ എനിക്കറിയാം. അപ്പം ഞാൻ പുള്ളിക്കാരിയുമായിട്ട് കോൺടാക്ട് ചെയ്തു. ആ പുള്ളിക്കാരോട് ഞാൻ ചോദിച്ചു, ഞാനിവിടെ പോരട്ടെ നിങ്ങളുടെ കൂടെ അതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരി പറഞ്ഞു, ഇല്ല ആർക്ക് വേണേലും വരാൻ പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിൽ വന്നു കേട്ടോ. വന്നു കഴിഞ്ഞ് മോളി പറഞ്ഞു ഈ സുതിപ്പിൻ്റെ കാര്യം പറയുന്നത്. അന്ന് തൊട്ട് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം പ്രോഗ്രാമിന് പോയി പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് പോകണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. അത് വന്നതോടെ എനിക്കറിയത്തില്ല, എൻ്റെ ജീവിതം തന്നെ ഒന്ന് മാറിയെന്ന് പറയാൻ മോളി. കാരണം ഞാൻ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു നോർമൽ പേഴ്സൺ അതിൽ കൂടുതലായിട്ടൊന്നും ഇല്ലേ. ഞാൻ ഇങ്ങനെ വിരലിൽ തന്നെയാണ് പരിശുദ്ധ മറിയമ്മയൊക്കെ ചെല്ലുന്നത്, കൊന്തയൊക്കെ എത്തിക്കുന്നത് അങ്ങനെയാണ്. അന്ന് തൊട്ട് ഈ നേഴ്സസ് മിനിസ്ട്രി ഞാൻ വന്നു. അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാറ്റർഡേ മീറ്റിംഗ് പ്രയറും ഉണ്ട്. അപ്പോഴും ഞാൻ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് എന്നാന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ കൊന്ത എൻ്റെ കൈകളുടെ അടുത്ത്
ഞാൻ കൊന്ത ചെല്ലാൻ തുടങ്ങി. പിന്നെ ആണെങ്കിൽ വചനം വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഇങ്ങനെ തുറന്നിട്ട് കാണുന്ന ഇങ്ങനെ വായിക്കും, അത്രേ ചെയ്യത്തുള്ളായിരുന്നു. പക്ഷേ ഈ നേഴ്സ് മിനിസ്ട്രി വന്നതോടെ ഞാൻ കണ്ടിന്യൂസ് വചനത്തിൻ്റെ ആ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഒരു പ്രാവശ്യം വായിച്ച് തീർന്നിട്ട് വീണ്ടും ബൈബിൾ തുടർന്ന് വായിക്കാനുമായിട്ടുള്ള ആഗ്രഹമൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമായിരുന്നു. പിന്നെ സ്തുതിപ്പിൻ്റെ കാര്യം മോളി പറഞ്ഞ സ്തുതിക്കാൻ എനിക്ക് മറ്റത് സ്തുതിക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു. ഞാൻ മറ്റുള്ള മുന്നിലൊന്നും കൈപൊക്ക് ഒന്നുമില്ല, ഞാനിങ്ങനെ കണ്ണടച്ചിങ്ങനെ നിൽക്കത്തേ ഉള്ളായിരുന്നു. പക്ഷെ അന്നോട്ട് എനിക്ക് ഭയങ്കര സ്തുതിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വ്യത്യാസമൊക്കെ കാണാൻ പറ്റുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു, മറ്റുള്ളവരിൽ മാറ്റം വരുന്നു. അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സാധിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ ചെയ്യുമ്പോൾ മോളി ഭയങ്കര രസമാണ്. ഞാനിങ്ങനെ കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ തലവേദനയൊക്കെ ആയിട്ട് വന്നെന്ന് വെച്ചു. അപ്പം ഞാൻ എന്നെ എടുക്കാമെന്ന് ചോദിച്ചാൽ അവർ ജസ്റ്റ് ഫൈറ്റൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ വിക്സ് എടുത്ത് കൊടുക്കത്തേ ഉള്ളൂ, പിള്ളേരായാലും തൊട്ട് വരട്ടി അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ ഈ നേഴ്സ് മിനിസ്ട്രി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നുള്ള ആ ബോധ്യമൊക്കെ എനിക്ക് തോന്നി. ഞാൻ എന്നെ എടുക്കുന്നത് വെച്ചാൽ വിക്സ് എടുത്തിട്ട് അവരുടെ തലയിൽ ഒരു അമ്മയുടെ സ്നേഹത്തോടെ ഞാനത് തിരുമ്മി കൊടുക്കും. അപ്പോൾ ആ പിള്ളേർക്ക് ഭയങ്കര സന്തോഷം, അവരുടെ മുഖത്തെ മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പിറ്റേ ദിവസമൊക്കെ അവർക്ക് പിന്നെ അസുഖമൊന്നും ഇല്ലെങ്കിൽ അവർ ക്ലിനിക്ക് വരും എന്നെ ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കണ്ടില്ല, അവരിലും മാറ്റം വന്നു, നമ്മളിലും മാറ്റം വന്നു. അങ്ങനെ നേഴ്സ് മിനിസ്ട്രിയിൽ വന്നതിലൂടെ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു. മോളിക്ക് അങ്ങനത്തെ ഞാൻ ഡിഫൻസീവ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 15 വർഷമാണെന്ന് പറഞ്ഞില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇൻ്റർസെഷൻ അബുദാബി നേഴ്സസ് മിനിസ്ട്രിയുടെ ഇൻ്റർസെഷൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നേ. അപ്പോൾ ഞാനൊരു 5 വർഷം അങ്ങനെ ചെയ്തു. അത് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ജോണിൻ്റെയും ബെന്നിസാറിൻ്റെയും ഒരു ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ദുബായ് വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി സോളി. അപ്പോൾ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ടോൺസിലൈറ്റിസ് ഉണ്ടായിരുന്നു. ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ട് വരും. ആൻറ്റിബയോട്ടിക് എടുക്കണമായിരുന്നു. അത് ഓരോ 3 മാസം കൂടുമ്പോഴും അത് വരുമ്പോഴൊക്കെ നമ്മൾ IV ആൻറ്റിബയോട്ടിക് റോസപ്പിന് എടുക്കണമായിരുന്നു, അത്ര ശക്തമായിരുന്നു. അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഏതോ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഷിവറിങ് വന്നിട്ട് കുളിര് കോരിയിട്ട് പനിയായിട്ട് തൊണ്ടവേദനയിലായിട്ട് ഭയങ്കര അസ്വസ്ഥതയായിട്ട് കേട്ടോ. ഇതോടെ ഈ പ്രോഗ്രാം ഈ ലീഡേഴ്സ് ട്രെയിനിങ്ങോടുകൂടി എൻ്റെ ആ ടോൺസിലൈറ്റിസ് മാറുകയാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലായത്. ഞാനാണെങ്കിൽ ശരിക്കും എനിക്ക് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം എല്ലാം ശരിയായി ബ്ലഡ് ടെസ്റ്റ് എല്ലാം കൊടുത്ത് ഡേറ്റ് എല്ലാം എടുത്തിട്ടിരിക്കുമായിരുന്നു ടോൺസിലെക്ടമി ചെയ്യാൻ വേണ്ടി ഒരു ഇവിടുത്തെ അബുദാബിയിലെ ഒരു ഹോസ്പിറ്റലിൽ. ഇതോടുകൂടി എൻ്റെ അത് കഴിഞ്ഞ പിന്നെ ഇന്ന് വരെ എനിക്ക് ടോൺസിലൈറ്റിസ് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ഞാനും 16-12 പറഞ്ഞിരുന്നില്ലേ, മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരും സുഖപ്പെടുത്തുന്ന വചനമാണ് എന്നെ സൗഖ്യപ്പെടുത്തുന്നത്. വചനത്തിന്റെ ശക്തി സോളി ശരിക്കും ഞാനുണ്ടല്ലോ കുട്ടികളുടെ കാര്യം പറഞ്ഞ് ഇപ്പൊ അവര് എന്ത് അസുഖം വന്നാലും ഉണ്ടല്ലോ അവര് വന്നു കഴിയുമ്പോൾ അതൊക്കെ ഈ നേഴ്സ് മിനിസ്ട്രി പറഞ്ഞാണ് ഞാൻ അതൊക്കെ കേട്ടേക്കുന്നത്. അപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, ഇതുപോലെ സ്തുതിച്ച്. ഇപ്പം ഭയങ്കര ചിലർ ഇങ്ങനെയാണ്, നമുക്കവിടെ സ്പോർട്സിന് ഭയങ്കര ഇതുള്ളതാണ്, പിള്ളേരിപ്പോൾ വീഴുമൊക്കെ ചെയ്യും, നല്ല ഇഞ്ചുറിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഭയങ്കര ഹെവി ബ്ലീഡിങ് ആണെങ്കിലും ഉണ്ടല്ലോ നമ്മളൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ആ ബ്ലഡ് എങ്ങനെ നിൽക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭയങ്കര അത്ഭുത സ്തുതിപ്പിൽ നടക്കുന്നത്. എനിക്കത് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് മോളി. അത് ഞാനത് കഴിഞ്ഞ് ഇവിടെ ഡിഫൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു പ്രാവശ്യം അവധിക്ക് നാട്ടിൽ പോയപ്പോഴത്തേക്കും സോളി ഞാൻ നാട്ടിൽ ചെന്ന് വീട്ടിൽ കയറാൻ വേണ്ടി പോകുമായിരുന്നു. രാത്രിയായിരുന്നു, ജൂലൈ മാസം, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് ഞാനിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പം എൻ്റെ കാലൊന്ന് സ്പ്രെയിനല്ല എൻ്റെ കാലൊന്ന് തെന്നിപ്പോയിട്ട് എൻ്റെ കാലൊടിഞ്ഞു. അതായത് ആങ്കിൾ ഫ്രാക്ചറായി. ആങ്കിൾ ഫ്രാക്ചറായി എനിക്ക് വലത് കാലം. അപ്പോൾ എനിക്ക് പിന്നെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരം ഞങ്ങൾ പോയ ആ വണ്ടിക്ക് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ പോയി നെക്സ്റ്റ് ഡേ സർജറി ചെയ്തു. പിന്നെ ഒരു 2-3 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. പിന്നെ കുറച്ച് ദിവസം നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിൽ, അത് കഴിഞ്ഞ് തിരിച്ച് വീൽ ചെയറിലാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞും കുറച്ച് നാൾ ബൂട്ട്സ് ഇട്ട് നടക്കേണ്ടിയൊക്കെ വന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ കുറേ കൂടുതൽ സിക്ക് ലീവൊക്കെ എടുത്തപ്പോഴത്തേക്കും എൻ്റെ ജോലി അങ്ങ് പോയി. അത് കഴിഞ്ഞ്
കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലിരിക്കുവാണല്ലോ, അപ്പോൾ എനിക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനായിട്ടും പിന്നെ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ടും ഒക്കെ ഒരു ചാൻസ് തരികയായിരുന്നു. പിന്നെ കൊറോണ കാലമൊക്കെ വന്നപ്പോഴേക്കും ആ സമയത്താണെങ്കിലും ഒത്തിരി പ്രാർത്ഥനാ റിക്വസ്റ്റുകളൊക്കെ വരുമായിരുന്നു. പലരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ചോദിക്കുമായിരുന്നു, എല്ലാവരെയും. അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റി. എല്ലാ ആഴ്ചയിലും നേഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയുണ്ട്, കൂട്ടായ്മ പ്രെയറിന് എല്ലാ ആഴ്ചയിലും പോകും. കൊറോണ കഴിഞ്ഞപ്പോഴത്തെ കാര്യമാണ്. കൂട്ടായ്മയിലൊക്കെ പോയി അങ്ങനെ ഒത്തിരി ആത്മീയമായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും ആത്മീയമായിട്ട് വളരാനും ബൈബിൾ വായിക്കാനായിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ബൈബിൾ വായിക്കാനും, അതുപോലെ കൊന്തയെല്ലാം വേണ്ടിയിട്ട് ജോലിയില്ലാത്തവരും അതുപോലെ മറ്റുള്ള ആവശ്യങ്ങളുള്ള എല്ലാവരെയും വിളിച്ചു നിർത്തി ഇങ്ങനെ ഇത് ചെല്ലാനും ഒക്കെ അങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു കൃപ എനിക്ക് കിട്ടി കേട്ടോ. ദൈവം അനുഗ്രഹിച്ച് അതൊക്കെ അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോന്നു. പിന്നെ എനിക്കൊരു വലിയൊരു കാര്യം പറയാനുണ്ട്, ഒരു വലിയ സാക്ഷ്യം പറയാനുണ്ട് സോളി. അതെന്താണെന്നറിയാവോ, ഞാൻ ഡിഫൻസ് ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമായിരുന്നു പറഞ്ഞല്ലോ. ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വണ്ടി ഓടിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം വണ്ടി എടുത്തു. ഞാൻ എൻ്റെ വീട് കഴിഞ്ഞ് ആദ്യത്തെ റെഡ് ഒറ്റയ്ക്കാണ്. രാവിലെ 6:15 ആകുമ്പം നമ്മുടെ ഇവിടുത്തെ 6:15 പോകുമായിരുന്നു. അപ്പം വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് റെഡ് സിഗ്നലിൽ എത്തിയപ്പോൾ തൊട്ട് എൻ്റെ എന്തോ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ സ്റ്റീല് റോഡിൽ ഒരയുമ്പോഴുള്ള ഒരു സ്വരം കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് 3-4 സിഗ്നൽ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹോസ്പിറ്റൽ. അപ്പം ഞാൻ 3-4 സിഗ്നൽ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുന്ന ആ ടേണിങ്ങിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് നോക്കുമ്പോഴുണ്ടല്ലോ സോളി, ഒരു ടയറിൻ്റെ കംപ്ലീറ്റ് ടയർ, ഒരു വീലിൻ്റെ കംപ്ലീറ്റ് ടയർ മൊത്തം പോയിട്ട് സ്റ്റീൽ മാത്രമേ ഉള്ളൂ. ആ സ്റ്റീൽ ഭാഗമില്ലേ അത് ഒരയുന്നതിൻ്റെ സൗണ്ടായിരുന്നു കേട്ടോണ്ടിരുന്നത്. അങ്ങനെ ഒരു സംഭവം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ പഴയ ഡ്രൈവറിനെ വിളിച്ച് കാറിൻ്റെ ടയറൊക്കെ ശരിയാക്കി പിന്നെ ഞാൻ ജോലിക്ക് പോയേ. ശരിക്കും രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റാൽ സങ്കീർത്തനം 23, 25, 27, 34, 51, 121, 125 ഇത്ര സങ്കീർത്തനങ്ങൾ വായിച്ച് 91 ഇത്ര സങ്കീർത്തനം വായിക്കും. അതിനുശേഷം ഒരു കരണക്കൊന്തയെല്ലും ഒരു കൊന്തയെല്ലും ഇത്ര എല്ലാം ചൊല്ലിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. അത് കാരണം ദൈവം നോക്കിയ ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു സംരക്ഷണമേ അതാണ് സോളി. ഇത് പറയുമ്പോൾ എനിക്കൂടെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അടുത്ത് നമുക്കൊരു ഹാഫ് ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അന്ന് എനിക്കൊരു ഭയങ്കര നല്ലൊരു സംഭവം ഉണ്ടായി, വലിയൊരു അനുഭവം ഉണ്ടായി. അത് നമ്മളെ ആ വിശുദ്ധ കുർബാന കഴിഞ്ഞ് നമ്മളെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ആരാധനയുടെ സമയത്ത് അത് എപ്പോഴും നമ്മൾ അവിടെ ഇങ്ങനെ കാണും. പക്ഷെ അച്ഛൻ ഇങ്ങോട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. ഇറങ്ങി വരുമ്പോൾ എന്തൊരു അനുഭവമായിരുന്നു എനിക്കറിയാം. ഞാനിത് പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട്, അന്ന് എല്ലാവർക്കും പല അനുഭവങ്ങളുണ്ടായെന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നു ചോദിച്ചാൽ ഇങ്ങനെ ഈശോ ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോഴത്തേനും അങ്ങ് പൊട്ടിക്കരയുമോ. ഞാനങ്ങ് കരഞ്ഞിട്ട് എനിക്ക് എന്തോ സന്തോഷമാണ്. എന്നിട്ട് ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു മനുഷ്യന് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് എനിക്കറിയായിരുന്നു കേട്ടോ. ഞാൻ ആ പുള്ളിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു, ഈശോയുടെ പുള്ളിയുടെ അതെല്ലാം മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ആശീർവാദം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളങ്ങ് വീട്ടിൽ പോയില്ല, അതങ്ങ് വിട്ട് കളഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ മോടെ പഠിത്തത്തിനൊരു തടസ്സം ഉണ്ടായിരുന്നേ. അത് കംപ്ലീറ്റ് മാറി അവിടെ അവൾക്ക് ഫുൾ സക്സസ് ആയി എന്നുള്ള ഒരിത്. അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കായിട്ട് കിട്ടുക. അതുപോലെ തന്നെ വേറൊരു വലിയൊരു അനുഭവം എന്ന് വെച്ചാൽ അന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ. എന്നുവെച്ചാൽ ആദ്യമൊക്കെ ഞാൻ കൊച്ചിലെയൊക്കെ ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഫാദർ മരിച്ചു കഴിഞ്ഞ് എനിക്ക് എന്താ ഇതില്ല, അത് മനസ്സിന് ഭയങ്കര മുറിവായിട്ട് എനിക്ക് ഭയങ്കര സഭാകമ്പമായിരുന്നു മൊഴി. അപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഞാൻ ഹെൽത്ത് ടോക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നാലും ആ കൊടുക്കേണ്ട സമയമാകുമ്പോഴത്തേനും എൻ്റെ ഹാർട്ട് കിടന്ന് ഭയങ്കരമായിട്ട് ഇടിച്ചിട്ട് ഒരു വലിയൊരു ഞാൻ ഈ തലയ്ക്കകത്തോടെ ഒരു വേദന വന്നിട്ട് ഭയങ്കര വേദനയായിട്ട് എനിക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പിന്നെ സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ഞാൻ തിരിച്ചറിഞ്ഞ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര വലിയൊരു ഓഡിയൻസിൻ്റെ മുന്നിൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് ആ പ്രോഗ്രാം എനിക്ക് അവതരിപ്പിക്കാൻ പറ്റി. അതിനെല്ലാം പെട്ടെന്ന് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെസ്സേജുകൾ വരുമല്ലോ. അപ്പം ഇങ്ങനെ പറയുകയാണ് സോളിയുടെ പ്രസൻറ്റേഷൻ ഒത്തിരി നല്ലതായിരുന്നെന്ന്. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർക്കും ഈശോ അതെല്ലാം കംപ്ലീറ്റ് മാറിയത്. എനിക്കിപ്പോൾ ഒരു ഭയമില്ല, പേടിയില്ല, ഒന്നുമില്ല. ആ ഒരു വലിയ സാക്ഷ്യം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്.
സോളി, ഞാനിപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും രാവിലെ തന്നെ ഞാനിപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവിനും രാജ്യത്തിനും ഭരണാധികാരികൾക്കും ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളൊക്കെ നടക്കുമല്ലോ, അവർക്കെല്ലാം പിന്നെ പ്രയർ റിക്വസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ, അതെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനാ സഹായം നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഞാനും 16:27 പറയുന്നില്ലേ, അഗ്നിയിൽ ഒരുങ്ങാത്തത് അരുണോദയത്തിൽ ഒരുങ്ങിയെന്ന് എൻ്റെ ഒരു ശീലമാണ്. 4 മണിക്ക് എഴുന്നേറ്റ് പിന്നെ ഞങ്ങൾ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിൽ നിന്ന് തന്നെ ഞങ്ങൾ കുറേ പേര് കൂടി ഒരു കൊന്ത 4 മണിക്ക് തുടങ്ങിയായിരുന്നേ. ആ കൊന്ത മിക്കവാറും ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ 11 മണിക്ക് വേറെ 2-3 കൊന്ത അങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാനൊക്കെ ദൈവം അനുവദിക്കുന്നുണ്ട് സോളി. അതൊക്കെയാണ് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ. മോളി യോഹന്നാൻ 2:2 പറയുന്നു, അവിടുന്ന് നമ്മുടെ പാപങ്ങളുടെ പരിഹാര ബലിയാണ് അല്ലേ. ഈശോ നമുക്ക് വേണ്ടി അത്രയും സ്നേഹം നമുക്കങ്ങ് തരുമോ, നമുക്ക് വേണ്ടി മരിച്ച ഈശോ. അപ്പോൾ ഈശോയുടെ അതേ രൂപത്തിലുള്ള മനുഷ്യരാണ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, സ്കൂളിലാണെങ്കിലും ആരാണെങ്കിലും രോഗികളായിട്ട് വരുന്ന അവർ ഈശോ തന്നെയാണ്, ഈശോയുടെ മക്കൾ തന്നെയാണ്. അപ്പോൾ അവരെല്ലാം നമുക്ക് സന്തോഷത്തോടെ കാരുണ്യത്തോടെ അവരെ സ്വീകരിക്കാനും അവർക്ക് രോഗസൗഖ്യം കൊടുക്കുന്നതിനോടൊപ്പം അവരുടെ ആത്മാവിനെ നേടാനുമുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ മോളി? ശരിയല്ലേ? അതെ, ശരിയാ സോളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം മോളി. അതിന് വേണ്ടിയിട്ട് എല്ലാ നേഴ്സുമാരും ഇതിലേക്ക് കടന്നു വരണം. ഇഷ്ടംപോലെ നേഴ്സുമാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് ഈശോയെ സ്തുതിക്കുന്ന ഒരു അവസ്ഥയൊന്ന് ഓർത്ത് വയ്ക്കല്ലേ. സ്വർഗം ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരവസ്ഥ. 1 യോഹന്നാൻ 2:2 തിരുവചനത്തിൽ പറയുന്നു, അവിടുന്ന് നമ്മുടെ പാപങ്ങളുടെ പരിഹാര ബലിയാണ് അല്ലേ. ഈശോയുടെ ആ സ്നേഹം ഒന്ന് ഓർത്ത് വയ്ക്കാൻ മോളി. നമുക്ക് വേണ്ടി കുരിശി മരിച്ച ഈശോ അല്ലേ, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. ആ ഈശോയുടെ അതേ രൂപത്തിലുള്ള മനുഷ്യരാണ് നമ്മുടെ അടുക്കിലേക്ക് കിടന്നത് അല്ലേ. ഈശോയുടെ അതേ രൂപത്തിലാണ് ഈശോ സൃഷ്ടിച്ചിരുന്നത്. അവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കിന് അവരെ നമ്മുടെ കാരുണ്യത്തോടെ നോക്കാനും അവരുടെ രോഗസൗഖ്യത്തിനൊപ്പം അവരുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയും നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതിനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോ നേഴ്സുമാർക്കും ഇല്ലേ മോളി? അതെ സോളി. നമുക്ക് കിട്ടുന്ന പേഷ്യൻസിനെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ദൈവത്തെ പോലെ ദൈവത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കാനുള്ള ആ ഒരു മനോഭാവം വേണമെങ്കിൽ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം സോളി. 1 തെസ്സലോനിക്ക 5:17 പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഈശോയ്ക്ക് നന്ദി. വിശുദ്ധ ഫൗസ്തീനായിലൂടെ ഈശോ നമ്മോട് പറയുന്നു, എൻ്റെ മകളെ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ സ്വർഗരാജ്യം സ്ഥാപിച്ചത്. ഈശോയുടെ ഈ സ്നേഹത്തിൽ അലിഞ്ഞു ജീവിക്കാൻ നമുക്കെന്നും സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.